പാകിസ്ഥാൻ USA മത്സരം ബാക്ക് ഇന്നിംഗ്സിന്റെ 7ാം ഓവറിൽ സ്ക്രീനിൽ ഒരു പട്ടിക തെളിഞ്ഞു. എന്താ 2020 ലോകകപ്പ് ചരിത്രത്തിൽ 500 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത ബാറ്റർമാരിൽ ഏറ്റവും കുറവ് സ്ട്രൈക്ക് റേറ്റ് ഉള്ളവരുടെ നിരയായിരുന്നു അത്. എന്നിട്ട് പാകിസ്ഥാൻ ബാറ്റിംഗ് യൂണിറ്റിലെ ദുർബല കണ്ണി ആരാണെന്ന് വ്യക്തമായ നിമിഷം. ബാബർ അസം. ബാബർ ആയിരുന്നു ആ പട്ടികയിൽ 1ാം സ്ഥാനത്ത്. എന്നാ ഒട്ടും ധൃതി കുറയ്ക്കണ്ട, ഞാൻ തന്നെയാ അവതാരം. വിരാട് കോഹ്ലിയോട് ഒരു കാലത്ത് ചേർത്ത് വെക്കപ്പെട്ടിട്ടുള്ള ബാബർ. താരത്തിന്റെ മെല്ലപ്പോക്ക് ഉയർന്ന സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്തിരുന്ന സഹീബ് സാദ ഫർഹാന് സമ്മർദ്ദം നൽകുകയും കൂറ്റനടിക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തു. അത് അവസാനിച്ചത് ഫർഹാന്റെ വിക്കറ്റിലുമായിരുന്നു. കഴിഞ്ഞ ബിഗ് ബാഷ് ലീഗിൽ സിഡ്നി സിക്സേഴ്സ് താരമായിരുന്നു ബാബർ. സിഡ്നി സിക്സേഴ്സ് പോരാട്ടത്തിലെ 11ാം ഓവർ അവസാന പന്ത് ലോങ് ഓണിലേക്ക് അടിച്ചിട്ട ബാബർ റണ്ണിനായി ഓടിത്തുടങ്ങി. എന്നാൽ നോൺ സ്ട്രൈക്കേഴ്സ് എൻഡിൽ നിന്ന് സ്മിത്ത് അനങ്ങിയില്ല. ഓടണ്ട, അവിടെ തന്നെ നിന്നു എന്നയാൾ ബാബറിനോട് വിളിച്ചു പറഞ്ഞു. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവില്ല. It's too much. You are insulting me. നാളെ എന്താഴ്ചയ? നാളെ വെള്ളി. നല്ല ദിവസമാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിയുടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കാലത്ത് തന്നെ സ്ഥലം കാലിയാക്കി. സമാനമായ പ്രകടനം നടത്തിയ മുഹമ്മദ് റിസ്വാനെ 2020 ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്താൻ പോലും പാക് ക്രിക്കറ്റ് ബോർഡ് തയ്യാറായിരുന്നില്ല. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. അതെ, അവനവന് പാകമായിട്ടുള്ള ട്രൗസർ ഇട്ടാ പോരെ ചേട്ടാ. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.